ഇപ്പോൾ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായിരിക്കുകയാണ്. തിഹാർ ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നു. സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് കെജ്രിവാൾ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. അദ്ദേഹം സംസാരിക്കുകയാണ്, പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയാണ്. ऊपर वाले का शुक्रिया अदा करना चाहता हूँ, जिनकी कृपा से आज मैं आप लोगों के बीच में बाहर आ सका। अरे सारा छाता बंद करवाइए, अरे हटाइए। मैं उन छाता लाखों करोड़ों लोगों का शुक्रिया अदा करना चाहता हूँ। लाखों लोगों ने जिंदगी में बहुत संघर्ष किया है, बहुत बड़े बड़े संघर्ष किए, जिंदगी में बहुत मुसीबतें झेली हैं। अरे स्टैंडी वाला है गड़बड़ कर, लेकिन हर कदम पे भगवान ने मेरा साथ दिया। ऊपर वाले ने मेरा साथ दिया। क्यों? क्योंकि मैं सच्चा था, मैं सही था, इसलिए भगवान ने मेरा साथ दिया। अरे वो पागल है बोर्ड वाला। കനത്ത മഴയെ അവഗണിച്ച് നിരവധി പേരാണ് അവിടെ എത്തിയിരിക്കുന്നത്. कि केजरीवाल को जेल में डाल देंगे तो केजरीवाल के हौसले टूट जाएंगे। आज मैं आपको कहना चाहता हूँ, मैं जेल से बाहर आया हूँ, मेरे हौसले 100 गुना ज्यादा बढ़ गए हैं। मेरी ताकत 100 गुना ज्यादा बढ़ गई है। इनकी जेल की सलाखें केजरीवाल के हौसले को कमजोर नहीं कर सकती। मैं भगवान से प्रार्थना करता हूँ, जैसे आज तक ऊपर वाले ने मेरे को रास्ता दिखाया, ऊपर वाले ने मेरे को ताकत दी, ऐसे भगवान ने मेरे रास्ता दिखाया। मैं देश की सेवा करता हूँ। जितनी राष्ट्रीय विरोधी ताकतें जो देश के विकास को रोक रही है, जो देश को बांटने का काम कर रही है, करने का काम कर रही है, जिंदगी भर में इनके खिलाफ लड़ा हूं, आगे भी ऐसे ही लड़ता रहूंगा। भारत माता की, भारत माता की। കനത്ത മഴയെ അവഗണിച്ച് നിരവധി ആം ആദ്മി പാർട്ടി പ്രവർത്തകരാണ് ഇപ്പോൾ കെജ്രിവാളിനെ സ്വീകരിക്കാൻ എത്തിയിരിക്കുന്നത്. വലിയ ആഘോഷമാണ് നമ്മൾ തിഹാർ ജയിലിന് മുന്നിൽ കാണുന്നത്. പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. മുദ്രാവാക്യം വിളിച്ച് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. AAP നേതാക്കളും ഭാര്യ സുനിത കെജ്രിവാളും അവിടെ എത്തിയിട്ടുണ്ട്. തിഹാർ ജയിലിൽ നിന്ന് ഒടുവിൽ മോചിതനായിരിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ. CBI കേസിലും ജാമ്യം ലഭിച്ചതോടെയാണ്, സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചതോടെയാണ് കെജ്രിവാൾ പുറത്തിറങ്ങിയത്. വലിയ ഉപാധികളുണ്ട് ജാമ്യത്തിന്, എങ്കിൽ പോലും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ നടപടിയാണിത്. ഹരിയാന തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ആം ആദ്മി പാർട്ടിയുടെ മുഖമായി വീണ്ടും അരവിന്ദ് കെജ്രിവാൾ ഗോദയിൽ ഇറങ്ങും എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ കാര്യം. ഏതായാലും തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. ED കേസിന് പുറമെ CBI രജിസ്റ്റർ ചെയ്ത കേസിലും ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. അനന്തകാലം ജയിലിലിടുന്നത് ശരിയല്ല എന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ ഇപ്പോൾ CBI കേസിലും ജാമ്യം ലഭിച്ച അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ പ്രവേശിക്കുന്നതിനും പ്രധാന ഫയലുകൾ ഒപ്പിടുന്നതിനുമൊക്കെ കെജ്രിവാളിന് നിയന്ത്രണങ്ങളുണ്ട്, വിലക്കുണ്ട്. അത്തരത്തിലുള്ള ഉപാധികളൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എങ്കിലും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാവ് തിരിച്ചെത്തുന്നു എന്നുള്ളതാണ്. ഗൂഢാലോചനകൾക്കെതിരായ പോരാട്ടത്തിൽ വീണ്ടും സത്യം ജയിച്ചു എന്നാണിപ്പോൾ കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും വ്യക്തമാക്കുന്നത്. ആഘോഷമാക്കി മാറ്റുകയാണ് കെജ്രിവാളിന്റെ തിരിച്ചുവരവ് എന്നുള്ളതാണ്. നുണകൾക്കും ഗൂഢാലോചനകൾക്കുമെതിരെ സത്യം ജയിച്ചു എന്നാണ് നേരത്തെ മനീഷ് സിസോദിയ എക്സിൽ കുറിച്ചത്. ആഘോഷത്തോടെ പടക്കം പൊട്ടിച്ച് വാദ്യമേളങ്ങളോടെ പ്രിയ നേതാവിനെ വരവേൽക്കുകയാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ. തിഹാർ ജയിലിന് മുന്നിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കനത്ത മഴയാണ് അവിടെ, എങ്കിലും അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ്
കേജ്രിവാളിനെ വരവേൽക്കുന്നതിന് വേണ്ടി ആം ആദ്മി പാർട്ടി പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. സത്യമേവ ജയതേ, സത്യത്തെ അസ്വസ്ഥപ്പെടുത്താം, പക്ഷേ തോൽപ്പിക്കാനാകില്ല. അതായിരുന്നു അതിഷി മർലേനയുടെ വാക്കുകൾ. ED രജിസ്റ്റർ ചെയ്ത കേസിലെ ജാമ്യം അപ്രസക്തമാക്കാൻ മാത്രമാണ് കേജ്രിവാളിനെ CBI അറസ്റ്റ് ചെയ്തത് എന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം. കേസിലെ വിചാരണ ഉടനടിയൊന്നും തീരാൻ സാധ്യതയില്ലെന്നും കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. വ്യക്തിയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ ജാമ്യം അനുവദിക്കുന്നു എന്നുമായിരുന്നു സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജയിൽ മോചിതനാകുമെങ്കിലും കേജ്രിവാളിന് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഔദ്യോഗിക ചുമതലകൾ വഹിക്കുന്നതിന് പരിമിതികളുണ്ടാകും. ED കേസിൽ ജാമ്യം അനുവദിക്കുമ്പോൾ കേജ്രിവാൾ സെക്രട്ടേറിയറ്റിൽ പ്രവേശിക്കരുതെന്നും ഫയലുകൾ ഒപ്പിടരുതെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഈ നിർദ്ദേശങ്ങളോട് വിയോജിപ്പുണ്ടെങ്കിലും ഇപ്പോൾ മറ്റു നിർദ്ദേശങ്ങളൊന്നും മുന്നോട്ട് വെക്കുന്നില്ലെന്നാണ് ജസ്റ്റിസ് ഭൂയാൻ തന്റെ വിധിയിൽ രേഖപ്പെടുത്തിയത്. അത്തരത്തിൽ ഭിന്നവിധിയാണ് ഇന്നുണ്ടായത്. തിഹാർ ജയിലിൽ നിന്നും ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. പടക്കം പൊട്ടിച്ച് വാദ്യമേളങ്ങളോടെ ആഘോഷപൂർവ്വം സ്വീകരിക്കുകയാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ അരവിന്ദ് കെജ്രിവാളിനെ. തിഹാർ ജയിലിന് പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, മനീഷ് സിസോദിയ, സുനിത കേജ്രിവാൾ, അതിഷി മർലേന തുടങ്ങിയ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളെല്ലാം തന്നെ കേജ്രിവാളിനെ സ്വീകരിക്കാൻ എത്തിയിട്ടുണ്ട്. പ്രവർത്തകരുടെ ഒഴുക്കാണ് തിഹാർ ജയിലിന് മുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മദ്യനയ അഴിമതി കേസിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇന്ന് രാവിലെയാണ് ജാമ്യം അനുവദിച്ചത്. നമുക്കറിയാവുന്നതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ മാത്രമാണ് കേജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. പിന്നീട് തിരിച്ച് ജയിലിലേക്ക് പോകേണ്ടിയും വന്നു. എന്നാൽ അനന്തകാലം കേജ്രിവാളിനെ ജയിലിൽ ഇടുന്നത് ശരിയല്ല എന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. ദില്ലി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ 1 മുതലാണ് കേജ്രിവാൾ ജയിലിൽ കഴിഞ്ഞത്. ജൂൺ 26-നാണ് കേജ്രിവാളിനെ ED കസ്റ്റഡിയിലിരിക്കെ CBI അറസ്റ്റ് ചെയ്തത്. കേസിലെ നിലവിലുള്ള നടപടികളുമായി ബന്ധപ്പെട്ട പരസ്യ പ്രസ്താവനകളോ അഭിപ്രായങ്ങളോ നടത്തരുതെന്ന കേജ്രിവാളിന്റെ നിർദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആം ആദ്മി പ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ ദൈവം തന്നോട് കൂടെയുണ്ട്, സത്യം വിജയിക്കും എന്നതുൾപ്പെടെയുള്ള ചെറിയ ചില വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു. കൂടാതെ ഔദ്യോഗികമായ ഇളവ് അനുവദിച്ചില്ലെങ്കിൽ വിചാരണ കോടതിക്ക് മുമ്പായുള്ള എല്ലാ ഹിയറിംഗിലും കേജ്രിവാൾ ഹാജരാകണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ ദില്ലി സെക്രട്ടേറിയറ്റിലോ പ്രവേശനം ഉണ്ടായിരിക്കില്ല. ഔദ്യോഗിക ഫയലിലും ഒപ്പിടാൻ കഴിയില്ല. ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ജഡ്ജിമാർ വിധി പറഞ്ഞത്. കേജ്രിവാളിന്റെ അറസ്റ്റ് നിയമപരമാണെന്നും നടപടിക്രമങ്ങളിൽ അപാകതകളില്ലെന്നുമായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്തിന്റെ അഭിപ്രായം. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ക്രിമിനൽ നടപടി ചട്ടത്തിലെ 41-ാം വകുപ്പിലെ ഉത്തരവ് പാലിക്കുന്നതിൽ CBI പരാജയപ്പെട്ടു എന്ന വാദത്തിൽ കഴമ്പില്ല എന്നും സൂര്യകാന്ത് അഭിപ്രായപ്പെട്ടു. എന്നാൽ EDയുടെ കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ എന്തിനായിരുന്നു CBI തിടുക്കം കാണിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്ന് വിധി പ്രസ്താവിച്ചുകൊണ്ട് ജസ്റ്റിസ് ഭൂയാൻ പറഞ്ഞു. 22 മാസമായിട്ടും CBI നടപടിയെടുത്തിരുന്നില്ല. കേജ്രിവാളിനെ CBI അറസ്റ്റ് ചെയ്തത് ED കേസിൽ ജാമ്യം അനുവദിച്ചതിനാൽ മാത്രമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. ഏതായാലും അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ജയിൽ മോചിതനായിരിക്കുകയാണ്. തിഹാർ ജയിലിന് മുന്നിൽ വൈകാരികമായ വരവേൽപ്പാണ് ഇപ്പോൾ കേജ്രിവാളിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.